ഷെയർ ട്രേഡിംഗിൽ നിന്നുള്ള വരുമാനത്തിന് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതുണ്ടോ? ഷെയർ ട്രേഡിംഗിൽ നിന്നുള്ള വരുമാനത്തിൽ എങ്ങനെയാണ് ഇൻകം ടാക്സ് കണക്കാക്കുന്നത്? എന്താണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, എന്താണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ? ടാക്സ് സേവിങ്സ് ഡെപ്പോസിറ്റുകൾ വഴി ഷെയർ ട്രേഡിംഗിൽ നിന്നുള്ള ലാഭവുമായി തട്ടിക്കിഴിച്ച് നമുക്ക് ടാക്സ് കുറയ്ക്കാൻ സാധിക്കുമോ? ഷെയർ ട്രേഡിംഗിൽ നിന്ന് നമുക്ക് നഷ്ടം വരികയാണെങ്കിലും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ടോ? ഷെയർ ട്രേഡിംഗിൽ നിന്നുള്ള നഷ്ടം നമുക്ക് എത്ര വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം? ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഷെയർ ട്രേഡിംഗിൽ നിന്നും മറ്റെല്ലാ സോഴ്സുകളിൽ നിന്നുമുള്ള ഇൻകം 2,50,000 രൂപയേക്കാൾ കൂടുതലാണെങ്കിൽ പഴയ സ്കീം പ്രകാരവും 3 ലക്ഷം രൂപയേക്കാൾ കൂടുതലാണെങ്കിൽ പുതിയ സ്കീം പ്രകാരവും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായി ഓരോ വ്യക്തിക്കും ബാധ്യതയുണ്ട്. ഷെയർ ട്രേഡിംഗിൽ നിന്നുള്ള ഇൻകത്തിന് എങ്ങനെയാണ് ടാക്സ് കണക്കാക്കുന്നത്? ഷെയർ ട്രേഡിംഗിൽ നിന്നുള്ള ഇൻകം 3 രീതിയിലാണ് കണക്കാക്കുന്നത്. ഒന്ന്, ഇൻട്രാഡേ ട്രേഡിംഗിൽ നിന്നുള്ള ഇൻകം. ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്ന സംഭവത്തെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതിനെ സ്പെക്കുലേഷൻ ബിസിനസ് എന്നാണ് ഇൻകം ടാക്സിനകത്ത് പറയുന്നത്. സ്പെക്കുലേഷൻ ബിസിനസിനെ സാധാരണ ബിസിനസ്സിലേക്ക് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇൻകം ടാക്സിലും ട്രീറ്റ് ചെയ്യുന്നത്. രണ്ടാമത്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഒരു വർഷത്തിനുള്ളിൽ വാങ്ങിയ ഷെയറുകൾ ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തെയാണ് നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിലെ ടോട്ടൽ ക്യാപിറ്റൽ ഗെയിനിലെ 15% ടാക്സ് കൊടുക്കേണ്ടത്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കാൾ കൂടുതൽ കൈവശം വെച്ചിട്ടുള്ള ഷെയറുകൾ നമ്മൾ വിൽക്കുന്നതിനെയാണ്. അങ്ങനെയുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിലെ 1 ലക്ഷം രൂപ വരെയുള്ള ലാഭത്തിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. 1 ലക്ഷത്തേക്കാൾ കൂടുതലുള്ള ലാഭത്തിന് 10% നികുതി കണക്കാക്കുന്നത്. നമുക്ക് ടാക്സ് സേവിങ്സ് ഡെപ്പോസിറ്റുകളോ LIC, PF അങ്ങനെയുള്ള ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ ഡിഡക്ഷൻസ് ഒരിക്കലും ഷെയർ ട്രേഡിംഗിൽ നിന്നുള്ള ലാഭവുമായി തട്ടിക്കിഴിക്കുന്നതല്ല. ഷെയർ ട്രേഡിംഗിൽ നിന്നും ഉള്ള ലാഭത്തിന് മറ്റ് ഒരു ഡിഡക്ഷനുമായും സെറ്റ് ഓഫ് ചെയ്യാനായി ഇൻകം ടാക്സ് റൂള് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് അനുവദിക്കുന്നില്ല. ഷെയർ ട്രേഡിംഗിൽ നിന്ന് നഷ്ടം വരികയാണെങ്കിലും നമ്മളുടെ ലിമിറ്റ് അനുസരിച്ച്, നേരത്തെ പറഞ്ഞു 2.5 ലക്ഷം പഴയ സ്കീമും 3 ലക്ഷം പുതിയ സ്കീമും പ്രകാരം നമ്മളുടെ ലിമിറ്റ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ബാധ്യതയുള്ള ലിമിറ്റ് ആണെങ്കിൽ നമ്മൾ ഷെയർ ട്രേഡിംഗിൽ നിന്ന് നഷ്ടം വന്നാൽ പോലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. ഇനി ഈ നഷ്ടം നമ്മൾ കൃത്യസമയത്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷങ്ങളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതാണ്. വരുന്ന 8 വർഷം വരെയും നമുക്ക് ഈ നഷ്ടം ക്യാരി ഫോർവേഡ് ചെയ്യാം. ക്യാരി ഫോർവേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വർഷം വന്ന നഷ്ടം അടുത്ത വർഷം ലാഭം കിട്ടുകയാണെങ്കിൽ അതിൽ നിന്നും തട്ടിക്കിഴിക്കാം എന്നർത്ഥം. എന്ന് വെച്ചാൽ അടുത്ത വർഷം ലാഭം കിട്ടുമ്പോൾ ആ ലാഭത്തിന്റെ ലോങ് ടൈം ആണെങ്കിൽ 10%, ഷോർട്ട് ടൈം ആണെങ്കിൽ 15% അടയ്ക്കേണ്ടതില്ല. ആ ലാഭത്തിൽ നിന്നും ഈ വർഷത്തെ നഷ്ടം തട്ടിക്കിഴിച്ച് ബാലൻസ് വരുന്ന ലാഭത്തിൽ മാത്രമേ ടാക്സ് അടയ്ക്കേണ്ടതുള്ളൂ എന്നാണ് ഈ ക്യാരി ഫോർവേഡിംഗ് ഫെസിലിറ്റിയുടെ അർത്ഥം. ഇനി ഇൻട്രാഡേ ട്രേഡിംഗിൽ നിന്നുമുള്ള നഷ്ടം. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് വാങ്ങി ഇന്ന് വിൽക്കുന്നതിനാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇൻട്രാഡേ ട്രേഡിംഗിൽ നിന്നുള്ള നഷ്ടം അത് വരുന്ന 4 വർഷം വരെയും നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.